ഹായ്, ദീപാവലിയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്കൊരു സ്വീറ്റ്സ് ഉണ്ടാക്കിയാലോ? അവിൽ വിളയിച്ചത്, അതാണ് കേട്ടോ ഞാനിന്ന് പവിത്രക്കൂട്ടിൽ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലവണ്ണം വറുത്ത ശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. എള്ളെല്ലാം പൊട്ടിയതിന് ശേഷം അതും മാറ്റി വയ്ക്കുക. ഇനി ആ പാനിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഒരു 2.25 കപ്പ് തേങ്ങ ചിരകിയതാണ് അതിലിട്ട് കൊടുക്കുന്നത്. തേങ്ങ നല്ലവണ്ണം മൂക്കുന്നത് വരെ വറക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിലെ വെള്ളമയമെല്ലാം പോയി ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. അതും വറുത്ത് മാറ്റി വയ്ക്കുക. ഒരു ഉരുളിയിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് ശർക്കര പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഒരു നൂല് പരുവമാകുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് ശർക്കരയും കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം രണ്ടും കൂടി മുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. അവിലും ശർക്കരയും തേങ്ങയും എല്ലാം എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ഇട്ട് കൊടുക്കുക. വറുത്ത് വച്ചിരിക്കുന്ന കടലപ്പരിപ്പും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.